ഈ അടുത്തിടെ ഞാൻ ഒരാഴ്ച മുമ്പ് ഞാനൊരു ഒരു മരണ വീട്ടിൽ പോയിരുന്നു. മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു പണ്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ്, എൻ്റെ സമപ്രായം. അപ്പോൾ ആ കുട്ടിയെ അവിടെ വെച്ച് കണ്ടു. കുട്ടി എന്ന് പറയണ്ട കേട്ടോ, ഇപ്പോൾ അവർ അമ്മയും അമ്മൂമ്മയൊക്കെ ആയതാണ്. അപ്പോൾ ഞാൻ കണ്ട് ചിരിച്ചു. കാരണം മരണ വീട്ടിലാണെങ്കിലും കുറച്ച് പ്രായമായിട്ട് മരിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചപ്പോൾ അവർ കണ്ട ഭാവം വെച്ചില്ല എന്ന് പറഞ്ഞാൽ നോക്കി ഞാനാന്ന് അറിയാം, പക്ഷേ എന്തോ എന്നോടൊരു അകൽച്ച പോലെ. അപ്പം ഞാൻ ഓർത്തു കേട്ടോ, എന്താണാവോ ഇവർക്ക് എന്ത് പറ്റിയാവോ എന്ന്. പക്ഷേ പെട്ടെന്ന് മനസ്സുകൊണ്ട് ഒരു വിഷമം വരുമല്ലോ. നമ്മൾ അറിയാവുന്ന ഏറ്റവും അടുത്ത് അറിയുന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തിരിച്ച് നമ്മളോടൊരു റിയാക്ഷനും ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഫീൽ ചെയ്തു. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്താ പറയുക, ആദ്യം എനിക്ക് ഫീൽ ചെയ്യും, പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കി സ്വയം സമാധാനിച്ചാട്ടോ ഞാനൊന്ന് കൂളാവണത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്താണാവോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയല്ല, പെട്ടെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും. പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞു. ആ ഗീതയല്ലേ, ഞാൻ യൂട്യൂബൊക്കെ കാണാറുണ്ട് കേട്ടോ, ഫേസ്ബുക്കിലെ ഫുഡ് കോർട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ, ഗീത നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ, നല്ല വ്യൂസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. സമാധാനമായി. അപ്പോൾ ആ കുട്ടിയുടെ മുമ്പിലാച്ചോട്ടോ ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, കണ്ടില്ലേ, ഒരു സൈഡിൽ നമുക്ക് ഒരു വിഷമം തന്നാലും മറു സൈഡ് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം വന്നില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളില്ലേ. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഞാൻ അത് വരെ വിഷമിച്ച ഞാൻ അതേ സ്പോട്ടിൽ, അതേ നിമിഷം പറഞ്ഞാൽ മതി, അതേ സ്പോട്ടിൽ ഞാൻ ഹാപ്പി ആയി എന്നുള്ളതാണ്. കാരണം ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമല്ലേ. നമ്മൾ ഏറ്റവും അടുത്തറിയുന്ന ഒരാൾ നമ്മളെ ചിലപ്പോൾ കല്യാണത്തിനോ മരണ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരും. പക്ഷേ ഇത് ഞാൻ നേരെ ഓപ്പോസിറ്റ്, കണ്ടില്ലേ, അതേ സെക്കൻഡ് കൊണ്ട് എനിക്ക് സംഭവിച്ച ഒരു സന്തോഷമാണ് കിട്ടിയെന്ന് ഓർക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, ഇതൊക്കെയാണ് ജന്മം, നമ്മുടെ ജനനം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജീവിതം. ഈ പണവും സ്വാധീനവും വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റൂല്ലേ? പക്ഷെ നമുക്ക് ഈ പണവും സ്വാധീനവും ഇല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഉയരത്തിലെത്തുമ്പോഴാണ് നമ്മുടെ വില നമ്മൾ അറിയണത്. സത്യമല്ലേ ഞാൻ പറയണത്?